ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ റാൻഡം വേരിയബിളും അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ എക്സ് is a real valued function defined over the sample space. ശ്രദ്ധിക്കുക, റാൻഡം വേരിയബിൾ is denoted as capital X. Okay? Real valued function defined over sample space. So എന്താണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംപ്ലി എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള ഒരു അസോസിയേഷൻ അഥവാ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെറ്റ് നമ്മൾ ഡൊമൈൻ ആയിട്ടും രണ്ടാമത്തെ ഈ സെറ്റ് നമ്മൾ റേഞ്ച് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. സോ നമ്മുടെ കേസിൽ റാൻഡം വേരിയബിളിന്റെ കേസിൽ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് അതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ രണ്ട് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ്? രണ്ട് ഹെഡ് കിട്ടാം, ഒരു ഹെഡും ഒരു ടെയിലും കിട്ടാം, ഒരു ടെയിലും ഒരു ഹെഡും കിട്ടാം, രണ്ടും ടെയിൽ കിട്ടാം. ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ആണ് ഉള്ളത് അല്ലേ? സോ ഈ ഔട്ട്കംസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഇരിക്കുന്ന എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി. അപ്പൊ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ് ആണ്. രണ്ട് ഹെഡ് ആകുമ്പോൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ 2 ആണ്. ബാക്കി രണ്ട് കേസുകളിൽ ഒരു ഹെഡും ഒരു ടെയിലും സംഭവിക്കുന്നു. അതായത് ഹെഡ് അവിടെ എത്രയാണ്? 1 ആണ്. അറ്റ് ലാസ്റ്റ് രണ്ട് ടെയിലിൽ ഹെഡ് ഇല്ല, സോ അവിടെ 0 ആണ്. സോ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. സോ ദാറ്റ് ടേക്സ് വാല്യൂസ് 2, 1, 0. That is, the random variable takes values x is equal to 0, 1, 2 with probabilities 1/4, 1/2 and 1/4. How we get these probabilities? 1/4, that is, രണ്ട് ഹെഡ് കിട്ടുന്ന ഒരു കേസ് ആണുള്ളത്. Out of 4 cases, that is 1/4. So the probability is 1/4. And ഒരു ഹെഡും ഒരു ടെയിലും കിട്ടുന്ന രണ്ട് കേസസ് ഉണ്ട്. Out of 4 cases, that is 2/4. 2/4 is actually equal to what? 1/2. And at last രണ്ട് ടെയിൽ കിട്ടുന്ന ഒരു പോസിബിലിറ്റി ആണുള്ളത്. Out of 4, that is 1/4. Okay? ഇനി റാൻഡം വേരിയബിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ കിട്ടുകയാണെങ്കിൽ അതിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഡാറ്റ ക്യാൻ ടേക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് ബട്ട് നെവർ ഇൻക്ലൂഡ്സ് ഡെസിമൽസ്. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഇത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊണ്ട് മാത്രമേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ്സിലെ കുട്ടികൾ 50 ഓർ 51.5 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോസസ് ഓഫ് കോയിൻ, നമ്പർ ഓഫ് പേഷ്യൻസ്, ഇത്തരത്തിലുള്ളവയൊക്കെ നമുക്കൊരു സിംഗിൾ വാല്യൂ കൊണ്ട് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഡെസിമൽസോ ഫ്രാക്ഷൻസോ വരുന്നില്ല. ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ലൈൻ ഗ്രാഫ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഡാറ്റ ക്യാൻ ബി മെഷർഡ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിലുള്ള ഡാറ്റ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂസ് ഇൻക്ലൂഡിങ് ഡെസിമൽസ്. ഒരു ഇന്റർവെല്ലിലുള്ള ഏതൊരു പോയിന്റും എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസ് ആണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ, 30 മിനിറ്റ്സ് ഉള്ള ഒരു എക്സാമിന് സ്റ്റാർട്ടിംഗ് ടൈം 0 മിനിറ്റ്സ് എന്നും എൻഡിങ് ടൈം 30 മിനിറ്റ്സ് എന്നും എടുക്കുമ്പോൾ 0 to 30 എപ്പോൾ വേണമെങ്കിലും എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് നമുക്ക് അതിനിടയിലുള്ള ഏതൊരു വാല്യൂ പോസിബിൾ ആണ് റാൻഡം വേരിയബിളിന്റെ വാല്യൂ ആയിട്ട്. ഓക്കെ, ആ കേസിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആയിട്ടാണ്. അതുപോലെ amount ഓഫ് ഷുഗർ ഇൻ എ കോഫി, amount ഓഫ് റെയിൻ ഇൻ എ ഡേ, ഇതൊക്കെ എന്ത് എക്സാമ്പിൾസ് ആണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ എടുക്കാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു കർവ് ആയിട്ടാണ്, ഒരു കണ്ടിന്യൂസ് കർവ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്? റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് probability distribution എന്ന് പറയുന്നത്. A probability distribution is a way to represent the possible values and respective probabilities of a random variable. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണാം. നമ്മൾ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? ടി ടി ടി, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച് ആൻഡ് എച്ച് എച്ച് എച്ച്. സോ ഇത്തരത്തിലുള്ള 8 ഔട്ട്കംസ് നമുക്ക് ഉണ്ടാകും. ഇങ്ങനെ ഓരോന്നിന്റെയും റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഈ ഒരു കേസിൽ ടെയിൽസ് മാത്രമാണ്, ഹെഡ് ഇല്ല. സോ
റാൻഡം വേരിയബിൾസ് എന്താണ് ഇവിടെ? നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0. അത്തരത്തിൽ 0, 1, 2, 3 എന്നിങ്ങനെയാണ് നമ്മുടെ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ വരുന്നത്. 0, 1, 2 and 3. ഇനി അവരുടെ പ്രോബബിലിറ്റീസ് എന്താണ്? 0, അതായത് ടെയില് 3 എണ്ണവും ടെയിൽ ആവുന്ന കേസിൽ ഔട്ട് ഓഫ് 8 ഔട്ട്കംസ് നമുക്ക് ഈ ഒരു കേസ് ഒറ്റ തവണ മാത്രമാണ് സംഭവിക്കുന്നത്. സോ 1/8 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. അതുപോലെ 3/8, 3/8 and 1/8 എന്ന് നമുക്ക് ഓരോ ഔട്ട്കംസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റീസ് കിട്ടും. സോ നമ്മുടെ റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസിനെയും അവരുടെ പ്രോബബിലിറ്റീസിനെയും മാത്രമാണ്. സോ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം ഓരോ കറസ്പോണ്ടിങ് വാല്യൂസിനും ഓരോ പ്രോബബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഓക്കെ, സോ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് ഇവയൊക്കെ നോക്കാം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് P of x എന്നാണ് ഡിനോട്ട് ചെയ്യുക. സംടൈംസ് we denoted as f of x also. For discrete random variable, the PMF is the point probabilities of distinct values of random variables. ഓരോ റാൻഡം വേരിയബിൾസിന്റെയും പോയിന്റ് പ്രോബബിലിറ്റീസ്, ഒരു പോയിന്റിൽ അത് എടുക്കുന്ന പ്രോബബിലിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേ കേസ് തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിലാകുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുന്നത്? PDF. PDF is a probability per unit length. ഓക്കെ, അതായത് പോയിന്റ് പ്രോബബിലിറ്റീസ് അല്ല, പക്ഷെ എന്താണ്? പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും ഡിനോട്ട് ചെയ്യാം. അത് ക്യാപിറ്റൽ F of x എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് അക്യുമുലേറ്റഡ് പ്രോബബിലിറ്റി. ഒരു പോയിന്റ് മുതൽ ഒരു പോയിന്റ് വരെയുള്ള പ്രോബബിലിറ്റീസിന്റെ സമ്മ്, അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റിന്റെ അത്രയും അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? Fx of a is equal to probability of x less than or equal to a. അതായത് a വരെയുള്ള, ഇൻക്ലൂഡിങ് a, അത് വരെയുള്ള പ്രോബബിലിറ്റീസിന്റെ സമ്മ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോബബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? നമ്മുടെ കയ്യിലുള്ള ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് PDF is equal to the derivative of CDF. ഓക്കെ, ഫോർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റിന്റെ കേസിലാകുമ്പോൾ അതെന്താകും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അതായത് പോയിന്റ് പ്രോബബിലിറ്റീസ് ആണ്, ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റീസ് ആണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ് നോക്കുക. ഒന്നാമത്തെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് CDFന്റെ ഗ്രാഫാണ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഗ്രാഫ്. എക്സ് ആക്സിസിൽ എന്താണ് വരുന്നത്? എക്സ് ആണ്, സ്മോൾ ലെറ്റർ എക്സ്. അതായത് റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ് ആണ് എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ y വാല്യൂസ് എന്താണ്? 0 to 1. 0 to 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എടുക്കുന്ന വാല്യൂസ് ആണല്ലേ. സോ y ആക്സിസിൽ പ്രോബബിലിറ്റീസും എക്സ് ആക്സിസിൽ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസും ആയിരിക്കും CDFന്റെ ഗ്രാഫിൽ വരുന്നത്. ഇനി PDFന്റെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ സെയിം അത് തന്നെ, റാൻഡം വേരിയബിൾസ് എടുക്കുന്ന വാല്യൂസ്, പക്ഷെ y ആക്സിസിൽ എന്താണ്? സ്മോൾ f of x, അതായത് PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. The cumulative distribution function is denoted with capital F of x. Okay. Discrete കേസിൽ cumulative distribution function എന്ന് പറയുന്നത് probability of x less than or equal to, which is equal to the summation of probability mass function. ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റിയുടെ സം ആയിരിക്കും. എവിടെ വരെയുള്ള? നമ്മുടെ ഏത് വരെയുള്ള പ്രോബബിലിറ്റി ആണോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് അതുവരെയുള്ള സം ആയിരിക്കും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കേസിൽ CDF. എന്നാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കേസിൽ നമുക്കറിയാം പോയിന്റ് പ്രോബബിലിറ്റീസ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുക, പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അല്ല, നമ്മൾ F of x എന്നും F of y എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ F of yയുടെ ഇന്റഗ്രൽ സം ആയിരിക്കും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ CDF എന്ന് പറയുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കാം. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വേരിയബിൾ എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. എന്നാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിൽ വേരിയബിൾ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് അതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ്. ഇവിടെ
പി ഓഫ് എക്സ് എന്ന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അത് ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റി ആണ്. എന്നാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പോയിന്റ് പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇനി ഇത് പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ, ഒരു പോയിന്റിൽ എടുക്കുന്ന പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ അത് 0ക്കും 1നും ഇടയിലായിരിക്കും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒബ്വിയസ്ലി, റൈറ്റ്? അതുപോലെ കണ്ടിന്യൂസ് കേസിൽ അത് 0ക്കും 1നും ഇടയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് പോയിന്റ് പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പക്ഷെ അത് 0യേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും എന്തായാലും. ഇനി ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ? അപ്പം അതിന്റെ സം എന്ന് പറയുന്നത് എല്ലാ പ്രോബബിലിറ്റീസും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 1 ആണ്. സെയിം തന്നെയാണ് ഇവിടെ, പക്ഷേ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 1 ആണ്. ഇനി രണ്ട് പോയിന്റിന് ഇടയിലുള്ള പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. എ മുതൽ ബി വരെയുള്ള സം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പോയിന്റിന് ഇടയിലുള്ള പ്രോബബിലിറ്റീസിന്റെ സം നമുക്ക് കിട്ടും. പക്ഷേ കണ്ടിന്യൂസ് കേസിൽ ഇന്റഗ്രൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്യുന്നിടത്തൊക്കെ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്പെക്ടേഷൻ അഥവാ മീൻ, മ്യൂ എന്നൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലെ? എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് കേസിലും ഗ്രാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിലെ ഗ്രാഫ് എന്തായിരിക്കും? പോയിന്റ് ഗ്രാഫ് ആയിരിക്കും. എന്നാൽ കണ്ടിന്യൂസ് കേസിൽ ഒരു കണ്ടിന്യൂസ് കർവ് ആയിരിക്കും. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേരിയൻസിന്റെ ഇക്വേഷൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലും സെയിം തന്നെയാണ്. പക്ഷേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രലും, എന്നാൽ ഡിസ്ക്രീറ്റ് കേസിൽ അത് സമ്മേഷനും ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ബൈനോമിയൽ, പോയിസൺ, ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്. കണ്ടിന്യൂസ് കേസിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോർമൽ, എക്സ്പോണൻഷ്യൽ, ബീറ്റ, പാരീറ്റോ, കോഷി. ഇതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. A lab has 6 computers. Let x denote the number of these computers that are in use during lunch hour. Lunch hour യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. 0, 1, 2 up to 6. മാക്സിമം 6 കമ്പ്യൂട്ടേഴ്സ് വരെ യൂസ് ചെയ്യാം ലഞ്ച് ഹവേഴ്സിൽ. ഓക്കെ, suppose the probability distribution of x is given in the following table. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? probability distribution തന്നിട്ടുണ്ട് already. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? From here we can find many things. First of all, we have to find the probability that at most 2 computers are in use. Okay, രണ്ട് കമ്പ്യൂട്ടറോളം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് മോസ്റ്റ് ആൻഡ് അറ്റ് ലീസ്റ്റ്, ഈ രണ്ട് കേസിലും നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. അറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കമ്പ്യൂട്ടേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിലപ്പുറം പോവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് മോസ്റ്റ് 2 കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഡിനോട്ട് ചെയ്യേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ 1, 2 വരെയുള്ള പ്രോബബിലിറ്റീസിന്റെ സം ആയിരിക്കും probability x less than or equal to 2 എന്ന് പറയുമ്പോൾ. That is 0.05 plus 0.10 plus 0.15 which is equal to what? 0.3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? probability that at least half of the computers are in use. നമുക്കറിയാം മാക്സിമം 6 കമ്പ്യൂട്ടേഴ്സ് വരെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ half of the computers എന്ന് പറയുമ്പോൾ എന്താണ്? 3 computers. At least half of the computers are in use എന്നാണ് പറഞ്ഞത്. അപ്പം അറ്റ്മോസ്റ്റിന്റെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞത് 3 കമ്പ്യൂട്ടറെങ്കിലും ഉപയോഗിക്കുന്ന കേസ്. സോ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ യൂസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3, അതായത് 3യെ എക്സ്ക്ലൂഡ് ചെയ്ത് അതിന് തൊട്ട് മുമ്പ് വരെയുള്ള പ്രോബബിലിറ്റീസ് 1ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.70, അതായത് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ യൂസ് ഉള്ള പ്രോബബിലിറ്റി കിട്ടും.
ഇതല്ലാതെ മറ്റൊരു വഴി കൂടിയുണ്ട്. അതെന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3യോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 0.70. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് വി ആർ ഗിവൻ ദ ഫോളോയിങ് PMF. നമുക്ക് ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റീസിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. P of x is equal to 0.5 when x is equal to 0, 0.167 when x is equal to 1, 0.333 when x is equal to 2, 0 otherwise. So we have to calculate f of 0, f of 1, f of 2. നമുക്കറിയാം ഇതെല്ലാം പോയിന്റ് പ്രോബബിലിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി എഫ് ഓഫ് 0 ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതെല്ലാം ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 0 വരെയുള്ള പ്രോബബിലിറ്റി ഇൻക്ലൂഡിംഗ് 0. ഇവിടെ 0 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആകെ 0.5 മാത്രമേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0.5. നെക്സ്റ്റ് എന്താണ്? എഫ് ഓഫ് 1, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 വരെയുള്ള പ്രോബബിലിറ്റി. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് എക്സ് ഇസ് ഈക്വൽ ടു 0യിലുള്ള പ്രോബബിലിറ്റിയും അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 1ലുള്ള പ്രോബബിലിറ്റിയും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? എഫ് ഓഫ് 1. ക്ലിയർ? അങ്ങനെയെങ്കിൽ എഫ് ഓഫ് 2 എന്തായിരിക്കും? 2 വരെയുള്ള പ്രോബബിലിറ്റി. സോ വി ഹാവ് ടു ആഡ് എക്സ് ഇസ് ഈക്വൽ ടു 0യിലുള്ള പ്രോബബിലിറ്റി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1ലുള്ള പ്രോബബിലിറ്റി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2യിലുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. Is it clear? What about f of 1.5? 1.5 എന്ന് പറയുമ്പോൾ അതൊരു ഡെസിമൽ നമ്പർ ആണല്ലേ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ഡെസിമൽ നമ്പേഴ്സ് എടുക്കുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ f of 1.5 is equal to probability of x less than or equal to 1.5. So 1.5 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1.5നേക്കാളും ചെറിയ വാല്യൂസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? 0യിലുള്ളതും 1ലുള്ളതുമാണ്. പക്ഷെ 0.5ൽ പ്രത്യേകം ഇവിടെ ഒരു പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ്. അതുകൊണ്ട് ഡെസിമൽ പ്ലേസിലുള്ള പ്രോബബിലിറ്റി എടുക്കില്ല. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറഞ്ഞാൽ 1 വരെയുള്ള പ്രോബബിലിറ്റി മാത്രമേ അത് എടുക്കുള്ളൂ. 0.5ന്റെ കേസ് അത് എക്സ്ക്ലൂഡ് ചെയ്യും. സോ 1 വരെയുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. എത്രയാണ്? 0.667. ഇനി ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഇസ് ഈക്വൽ ടു probability of x less than or equal to 1. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. കാരണം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1നേക്കാൾ ചെറിയ വാല്യൂസിൽ എടുക്കുന്ന പ്രോബബിലിറ്റി ആണ്. 1നേക്കാൾ ചെറിയ വാല്യൂ എന്ന് ഇവിടെ പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന കേസ് മാത്രമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.5 മാത്രമേ വരുള്ളൂ. എന്നാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1നേക്കാൾ ചെറിയ വാല്യൂസിൽ എടുക്കുന്ന പ്രോബബിലിറ്റിയും അതോടൊപ്പം 1ൽ എടുക്കുന്ന പ്രോബബിലിറ്റിയും നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതെന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. എത്രയാണ്? 0.667. അടുത്തൊരു ചോദ്യം നോക്കാം. If x is a random variable having the PDF, f of x is equal to x plus 1 over 2, where x in between -1 and 1. So x ന്റെ റേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്. -1ന്റെയും 1ന്റെയും ഇടയിലാണ് x ന്റെ റേഞ്ച്. Find expectation of x. Expectation of x കാണാനുള്ള ഇത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം ഇവിടെ x ന്റെ റേഞ്ച് ഒരു ഇന്റർവെല്ലാണ് തന്നിരിക്കുന്നത് അല്ലേ, ഒരു ഡിസ്ക്രീറ്റ് പോയിന്റിലല്ല. സോ expectation of x in case of continuous distribution നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? -infinity to infinity x times f of x dx. x വാല്യൂസിനെ f of x എന്ന PDF-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇവിടുത്തെ റേഞ്ച് -1 to 1 ആയതുകൊണ്ട് ഇവിടെ -infinity to infinity-ക്ക് പകരം എന്താ വരിക? -1 to 1 ടൈംസ് x ടൈംസ് f of x എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? x plus 1 over 2. So x plus 1 divides 2. ഈ ഒരു ഉത്തരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം in the range -1 to 1. So ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ x² plus x divided by 2 എന്ന് കിട്ടും. ഇതിൽ ഹാഫിന് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക, ബാക്കി x² plus x. x²
ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ക്യൂ ബൈ 3. എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. ഇതിന്റെ റേഞ്ച് -1 to 1. സോ -1 to 1 ഈ ഒരു വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഹാഫ് ഇൻറ്റു 1 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂസ് 1/3 പ്ലസ് 1/2 മൈനസ് -1 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂസ് -1/3 പ്ലസ് 1/2. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/3. ഓക്കെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക.